മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ യു.ഡി.എഫ് ഭരണസമിതിയുടെ നിക്ഷേപ തട്ടിപ്പിനെതിരെ എൽ.ഡി.എഫ് പ്രതിഷേധം. മുസ്ലിം ലീഗിൽ പണത്തട്ടിപ്പ് പ്രശ്നമേ അല്ലാതായെന്ന് കെ.ടി. ജലീൽ എം.എൽ.എ പറഞ്ഞു. അതേസമയം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ.ടി. ജലീൽ എം.എൽ.എ വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. കെ.ടി. സ്വാലിഹ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് എൽ.ഡി.എഫ് നടത്തിയ ബഹുജന മാർച്ചിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് കെ.ടി. ജലീൽ എം.എൽ.എ ആണ്. കെ.ടി. ജലീൽ പ്രധാനമായും മലപ്പുറം ജില്ലയിൽ അതുപോലെ തന്നെ കേരളത്തിലൊക്കെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന വിവിധ തട്ടിപ്പുകൾ എണ്ണി പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം. അതുകൊണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ ജാഗ്രത പാലിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തട്ടിപ്പിൽ പണം നഷ്ടമായവരെല്ലാം മുസ്ലിം ലീഗുകാരാണ്. മുസ്ലിം ലീഗ് നേതാക്കൾ അവരുടെ സ്വന്തം അണികളെ തന്നെ പറ്റിക്കുകയാണ്. ഇതിന് പടച്ചവനെ മറയാക്കി തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ പാണക്കാട് തങ്ങന്മാർ വിവിധ സ്ഥാപനങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളുടെ ഒക്കെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്നത് അപകടകരമാണ്. അത് അവരുടെ വിശ്വാസ്യത തകർക്കും. അത് ബിസിനസ്സിന് വേണ്ടി ചില നേതാക്കൾ നടത്തുന്ന തട്ടിപ്പാണെന്ന് തിരിച്ചറിയണമെന്നും ഇത്തരം ചെയർമാൻ സ്ഥാനങ്ങളിൽ നിന്ന് അവർ പിന്മാറണമെന്നും കെ.ടി. ജലീൽ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ നേരത്തെ പുറത്തു വന്ന സംഭവങ്ങളാണ്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭർത്താവ് മൂർക്കനാട് സഹകരണ ബാങ്കിലും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുത്തേടം സഹകരണ ബാങ്കിലും നടത്തിയ ക്രമക്കേടുകളൊക്കെ അദ്ദേഹം ഇന്ന് വീണ്ടും വിശദീകരിച്ചു. പി.കെ. ഫിറോസുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പുകൾ, അദ്ദേഹം വെച്ച ആഡംബര വീട്, ഇതിലെവിടെ നിന്നാണ് പണം കിട്ടിയതെന്ന് വ്യക്തമാക്കണമെന്ന് കെ.ടി. ജലീൽ ആവശ്യപ്പെട്ടു. അതോടൊപ്പം ഇതിനുശേഷം തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇക്കാര്യങ്ങൾ ആവർത്തിച്ചിരുന്നു. വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട കെ.ടി. ജലീൽ എം.എൽ.എ ഇപ്പോൾ വിജിലൻസിനും പരാതി നൽകിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും. ജില്ലാ പഞ്ചായത്തിലെ തട്ടിപ്പിൽ കൂടുതൽ പേർ രംഗത്ത് വരുമെന്നും കെ.ടി. ജലീൽ എം.എൽ.എ പറഞ്ഞു.